ഹലോ, എന്താടാ? ചേട്ടാ ലോഡ് ഇറക്കി കഴിഞ്ഞു. നീ അവിടെ തന്നെ നിന്നോ, ലോഡ് ഇപ്പൊ ഞാൻ ആക്കി തരാം. അല്ലേട്ടാ, ഞാനിപ്പോ ലോഡ് ഇറക്കിയതിന്റെ അടുത്താണ് എന്റെ വീടേ. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് നാളെ ലോഡ് കയറ്റിയാ മതിയാ? എന്തീ വർത്താനീ പറയുന്നേ? ലീവ് ആണെങ്കിൽ മുൻകൂട്ടി പറയണ്ടേ? അല്ലേട്ടാ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 10 ദിവസമായി. എനിക്കാണെങ്കിൽ ഇന്നലെ ഉറക്കം വെച്ച് ഓടിച്ചതിന് നല്ല ക്ഷീണമുണ്ടേ. അപ്പൊ വീട്ടിലാവുമ്പോ നല്ലോണം ഒന്ന് ഉറങ്ങിയിട്ട് നാളെ പോയാ പോരെ? ഉറക്കമൊക്കെ ഡ്രൈവർമാർ അഡ്ജസ്റ്റ് ചെയ്യണം. ലോഡ് കയറ്റുമ്പോഴും ഇറക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? ഉറങ്ങാനായിട്ടൊന്നും ലീവ് എടുത്ത് വീട്ടിൽ പോകാൻ പറ്റില്ല. നീ അവിടെ നിൽക്കുക, ഞാൻ വിളിക്കാം. ശരി. ഇവനൊക്കെ ആരടാ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് എടുത്തത്? ഹലോ, നീ ആ കൊണ്ടുവന്ന ഡ്രൈവർ ചെക്കനല്ലേ? അവന് മര്യാദയ്ക്കാണ് നിൽക്കാൻ പറ, അല്ലെങ്കിൽ നിർത്തി പോകാൻ പറ. അവനിക്കൊന്ന് ലീവ് വേണം പോലും, അതൊന്നും നടക്കില്ല. നീ അവനെ വിളിച്ച് കാര്യം പറ. ശരി. ഓരോ മാരണങ്ങൾ എന്റെ തലയിലാണല്ലോ വന്ന് വീട്. എന്താ പ്രശ്നം? മുതലാളി വിളിച്ചിട്ട് കണവണം പറയണ്ടായിരുന്നു. പ്രശ്നമൊന്നുമില്ലാന്ന്. ഞാൻ ഇന്ന് ലോഡ് ഇറക്കിയത് ഇവിടെ വീടിന്റെ അടുത്താണേ സംഭവം. അപ്പൊ വീട്ടിൽ പോയിട്ടൊന്ന് ഉറങ്ങിയിട്ട് നാളെ ലോഡ് എടുത്താൽ മതിയോ ചോദിച്ചു, അത്രേ ഉള്ളൂ. ബെസ്റ്റ്. അയാളിനെ കൊണ്ട് തന്നെ ചോദിക്കണം. ഒന്നാമത് ഇത് സീസൺ ടൈമാണ്. ഈ സമയത്തൊക്കെ ലീവ് കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് പ്രാന്താവും. ശരി, നീ ഒരു കാര്യം ചെയ്യ്, അയാളെ വെറുപ്പിക്കണ്ട. നീ ഇന്ന് ആ ലോഡ് എടുക്ക്. നിങ്ങളൊന്ന് മുതലാളിയുടെ അടുത്തൊന്ന് പറയുമെന്ന്. എടാ, ഞാൻ പറഞ്ഞിട്ടാണ് നിന്നെ വണ്ടി കയറ്റിയത്. അതുകൊണ്ടാണ് അയാൾ എന്നെ വിളിച്ച് നിന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞത്. പറഞ്ഞു കേട്ടില്ലെങ്കിൽ നിന്റെ പണി പൂണ്ടാ. അതെയാ, എന്നാ വേണ്ടാന്ന്, ഞാൻ ലോഡ് കയറ്റാം.